പാലക്കാട് അകത്തേത്തറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ വീടിന്റെ മേൽക്കൂരയുൾപ്പെടെ തകർത്തു. പ്രദേശത്ത് ഏറെ നേരം ഭീതി പടർത്തിയ കൊമ്പന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിടയ്ക്കാണ് 4 പേർ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കൊമ്പൻ അകത്തേത്തറ ചെക്കിനിപ്പാടത്തെ ജനവാസ മേഖലയിലെത്തിയത്. ആക്രമണകാരിയായ കൊമ്പൻ പ്രദേശവാസി ജാനകിയുടെ വീടിന് മുൻവശത്തെ ഷീറ്റും ജനാലയും തകർത്തു. തുടർന്ന് പറമ്പിലെ പപ്പായ മരവും സമീപത്തെ വീട്ടിലെ വാഴകളും ആന പിഴുതെറിഞ്ഞു. സംഭവ സമയം കൈക്കുഞ്ഞുൾപ്പെടെയുള്ള കുട്ടികളും 2 സ്ത്രീകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വീണു വീണിട്ട് കിടന്ന് ഞാനത് പുള്ളിക്ക് കടന്നതും അങ്ങനെ കേട്ടോ വണ്ടി ഏട്ടത്തിൻ്റെ നാട്ടിൻ്റെ വീട്ടിൽ പോയി. ഇവര് 3 പേരും തെളിച്ചു കൊണ്ടുവന്നു. ഇവിടെ 3 പേര് ഇരിക്കുക മക്കൾ, ഞങ്ങൾ അവിടെ 4 പേര് വയ്യാത്തവരിയ്ക്കുക. ഏതെങ്കിലും വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആരും ആണെന്ന് തോന്നില്ല. ഞങ്ങൾ അമ്മയും മക്കളും 3 ആളായിരുന്നു പേര്. ഇതിപ്പോ ഇന്നലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വന്നത്. പക്ഷെ വന്നതുമല്ല, ഈ 4 വീട്ടിലത്തെ ആൾക്കാരും ഒരുമിച്ചിട്ടാണ് 4 വീട്ടിലത്തും. പക്ഷെ അത് ഇവിടെ വന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് 3 പേര്, അങ്ങോട്ട് വന്നാൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അതേസമയം വീട്ടിലുണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് സമീപ വീടുകളിൽ താമസിക്കുന്ന ഇവരുടെ ബന്ധുക്കളുമെത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുവാൻ ശ്രമിച്ചു. ഒടുവിൽ തലനാരിടയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. പ്രദേശത്ത് ആനയെ കൂടാതെ പുലി ഉൾപ്പെടെയുള്ള മറ്റ് വന്യജീവികളുടെയും സാന്നിധ്യമുണ്ടെന്നും ഇവയിൽ നിന്ന് രക്ഷ നേടാൻ ശാശ്വത പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശം ഇഷ്ടം പോലെ ആന ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ പോകുന്നത് ഇത് മാത്രമാണ് പ്രശ്നമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ഒരു സാധനം ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും ഒരു പരിസ്ഥിതി ചെയ്തു തരണം. ആക്രമണം നടന്ന വീടും പ്രദേശവും അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ CPM നേതാക്കൾ സന്ദർശിച്ചു. പ്രദേശത്തെ അടിക്കാട് വെട്ടാനും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും വന്യമൃഗശല്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി എടുത്തതായും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. സംഭവത്തിൽ വനം വകുപ്പിന്റെ ഉൾപ്പെടെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൈരളി ന്യൂസ്, പാലക്കാട്.